മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ തുളസി. അത് നമുക്ക് ഒരു ചട്ടിയിൽ വെച്ച് പിടിപ്പിച്ച് നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിന് അഭിമുഖമായി വച്ചാൽ നമ്മുടെ ആ വീടിന് ഉണ്ടാകുന്ന ആ ഗുണപരമായ ആ അറിവുകളാണ് ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. അപ്പം ഈ തുളസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിവിധങ്ങളായ ഇനങ്ങളിൽപ്പെട്ട തുളസിയുണ്ട്. അപ്പോൾ ഇത് കൃഷ്ണ തുളസിയാണ്. വളരെ പഴയ കാലം മുതൽ, പണ്ട് കാലം മുതൽ തന്നെ വീടുകളിൽ നട്ടു വളർത്തി പരിപാലിച്ചു പോരുന്ന ഒരു സസ്യമാണ് തുളസി. ഇത് ഒരൗഷധ സസ്യമാണ്. ഔഷധ സസ്യത്തിലുപരിയായി മറ്റ് ഏത് വൃക്ഷത്തിനെക്കാട്ടിലും നമുക്ക് ഒരു പ്രചോദനം തരുന്ന ഒരു സസ്യമാണ് ഈ തുളസി. തുളസിയുടെ സാമീപ്യം തന്നെ നമുക്ക് ഒരു നവോന്മേഷം ഉണ്ടാക്കി തരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ഈ തുളസി നമ്മുടെ വീടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും കിഴക്ക് അഭിമുഖമായിട്ട്, നമ്മുടെ വീടിൻ്റെ കിഴക്ക്, നമ്മുടെ കിഴക്കെന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട വാതിലിന് അഭിമുഖമായിട്ട് നമ്മൾ ഈ തുളസി വച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അതിന് പ്രത്യേകമായ ചില ഗുണങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ തുളസി ഉള്ളിടത്ത് ഇഴയന്തുക്കൾ അങ്ങനെ വരാറില്ല എന്നുള്ളതും സത്യം തന്നെയാണ്. എൻ്റെ നിരീക്ഷണത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടുള്ളതാണ്. ഒട്ടനവധി ആയുർവേദ ഔഷധ ഗുണങ്ങളും ഒക്കെ ഉള്ള ഈ തുളസി നമുക്ക് ചട്ടിയിൽ വെച്ച് പിടിപ്പിക്കുന്ന രീതി ഒക്കെയാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഭൂവിസ്തൃതി കുറഞ്ഞു വരികയാണ്. അതുപോലെ തന്നെ ചെടികളൊക്കെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയാതെ വരികയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മിനിമം ഒരു തുളസിയെങ്കിലും നമുക്ക് വെച്ച് പിടിപ്പിച്ച് പരിപാലിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഉന്മേഷദായകമായ ഒരു അവസ്ഥ, അതാണ് നമ്മളിന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ നമ്മൾ 2-3 കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ആദ്യമായിട്ട് നമ്മൾ ഈ തുളസി വെക്കുമ്പോൾ തുളസി തൈകൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അരികൾ, വിത്തുകൾ വീണ് കിളിച്ച് തൈകൾ ഉണ്ടാകുന്നുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ കമ്പുകൾ മുറിച്ച് നട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം. ഇത് ഏത് രീതി വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഒരു വിത്ത് മുളച്ച് തൈയായി ഈ വലുപ്പമായതാണ് നമ്മൾ നടാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ തുളസി തൈയുടെ വേരൊന്നും പൊട്ടാത്ത രീതിയിൽ കുന്താലി ഉപയോഗിച്ച് കിളച്ചെടുത്ത് ഭംഗിയായിട്ട് നല്ല വെള്ളം ഉപയോഗിച്ച് കഴുകി എടുത്തിരിക്കുകയാണിത്. ശേഷം നമ്മളൊരു മണ്ണ് കൊണ്ടുള്ള ചട്ടിയാണ് ഇത് നടാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. മണ്ണ് കൊണ്ടുള്ള ചട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, പ്ലാസ്റ്റിക് ചട്ടി അപേക്ഷിച്ച് ചൂടിനെ ചേർത്ത് നിൽക്കാനുള്ള കഴിവുണ്ട്. നമുക്കറിയാം തുളസിക്ക് ചൂടിനെ ചേർക്കാനുള്ള കഴിവ് കുറവാണ്. പക്ഷേ മൺചട്ടിയിലാവുന്നുണ്ടെങ്കിൽ ഇതിനൊരു തണുപ്പുണ്ട്. ചൂടിനെ ചേർത്ത് വയ്ക്കാനുള്ള കഴിവ് മൺചട്ടിക്കുണ്ട്. എന്ന് മാത്രമല്ല, വർഷങ്ങളോളം നല്ല പരിഗണന കൊടുക്കാമെങ്കിൽ ഇത് വളർന്നു നിൽക്കും. അപ്പോൾ അത്തരം ഒരു ചെടി കൂടിയാണ് ഈ തുളസി എന്ന് പറഞ്ഞാൽ. പിന്നെ തുളസിയുടെ മാഹാത്മ്യത്തെ പറ്റിയൊക്കെ നമുക്കറിയാം. പുരാണ പ്രസിദ്ധമായ ഒരു സസ്യമാണ് തുളസി. അതായത് മഹാവിഷ്ണു, ത്രിമൂർത്തികളിൽ ഒരാളായ മഹാവിഷ്ണുവിൻ്റെ പത്നിയായ ലക്ഷ്മി ദേവിയുടെ അവതാരമാണ് തുളസി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുളസി വച്ച് പരിപാലിക്കുന്ന വീടുകളിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പം ഈ പരിപാലിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം നമുക്ക് ഈ തുളസി നടുന്ന രീതി ആദ്യമായിട്ട് നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് തുളസി ഇടുന്നത്? എവിടെന്നെങ്കിലും ഒരു തുളസി വലിച്ചു വീഴുന്നോ നമ്മൾ വെക്കരുത്. അത് നമ്മൾ വെക്കുവാണെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ സംരക്ഷിക്കണം. ഓരോന്നിനും ഓരോ നിയമങ്ങളുണ്ട്, ശാസ്ത്രീയതയുണ്ട്. അതനുസരിച്ച് തന്നെ നമുക്ക് ചെയ്യണം. ഓക്സിജനെ ശുദ്ധീകരിക്കാൻ, അതുപോലെ തന്നെ അന്തരീക്ഷ ശുദ്ധീകരണത്തിന്, അതുപോലെ തന്നെ വൈറസ്, ബാക്ടീരിയ, അതുപോലെ തന്നെ ദോഷങ്ങളായ അണുബാധകളെ ചെറുക്കാൻ, ഇതിനൊക്കെയുള്ള കഴിവ് തുളസിക്കുണ്ട്. അത് ആ ഒരു മാഹാത്മ്യമുള്ള ഒരു സസ്യമായതുകൊണ്ട് തുളസിയെ നമ്മൾ ഇഷ്ടത്തോടും സ്നേഹത്തോടും കൂടി മാത്രമേ നടുകയും പരിപാലിക്കുകയും ചെയ്യാവൂ. അതിന് കഴിയുന്നവർ മാത്രമേ തുളസി വെച്ച് പിടിപ്പിക്കാവൂ എന്നാണ് എൻ്റെ എളിയ അപേക്ഷ. അപ്പോൾ നമ്മൾ ഈ ചട്ടി തന്നെ നല്ല ശുദ്ധജലം ഒഴിച്ച് നല്ല ഭംഗിയായിട്ട് കഴുകിയതാണ്. അതുപോലെ തന്നെ ഈ ചട്ടിയിൽ നീർവാഴ്ച ഉറപ്പുവരുത്താൻ വേണ്ടി ഇതിൻ്റെ ദ്വാരമുണ്ട്. ഇതിൻ്റെ ഈ ദ്വാരത്തിന് മണ്ണൊന്നും വീണ് അടഞ്ഞു പോയിരിക്കാൻ നമ്മളൊരു ഓട്ട് കഷ്ണം, കഴുകിയെടുത്ത ഓട്ട് കഷ്ണമാണ്, വൃത്തിയായി കഴുകിയെടുത്ത ഓട്ട് കഷ്ണം ആ ദ്വാരത്തിന് മേളിൽ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാറുള്ളത് തന്നെ നല്ല ഇല ഇത് കരിയിലയാണ്. ഈ കരിയില, മഴവെള്ളം വീണ് നനഞ്ഞ കരിയില കുറേ നമ്മൾ ഈ ചട്ടിക്കകത്ത് ഇടാൻ പോവുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു,
തുളസിക്ക് നല്ല ഈർപ്പം വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കരിയില ഇട്ട് കൊടുക്കുന്നത്. കരിയില ഇട്ട് കൊടുക്കുന്ന 2 ഗുണങ്ങളുണ്ട്. ഈർപ്പം നിലനിൽക്കുന്നു മാത്രമല്ല, പകരം ഈ കരിയില അഴുകി കഴിയുന്നുണ്ടെങ്കിൽ നല്ലൊരു വളമായിട്ടൂടെ ഇത് മാറും. അതിനാണ് നമ്മൾ കരിയില ഇടുന്നത്. പിന്നീട് നമുക്ക് ഈ കരിയിലയുടെ മുകളിൽ ഒരല്പം മണ്ണ് ഇട്ട് കൊടുക്കണം. മണ്ണ് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞു വിട്ട് നല്ല വൃത്തിയുള്ള സ്ഥലത്തുനിന്ന് വേണം നമ്മൾ മണ്ണെടുക്കാൻ. അതുപോലെ അഴുക്കുകളോ മത്സ്യമാംസാദികൾ കഴുകുന്ന ആ വെള്ളം വീഴുന്നിടത്തുനിന്നോ അതുപോലെ തന്നെ വഴിയിൽ റോഡ് സൈഡിലൊന്നും ഒരു കാരണവശാലും നമ്മൾ മണ്ണെടുക്കരുത്. നമ്മുടെ പുരയിടത്തുനിന്നോ അല്ലെങ്കിൽ വൃത്തിയുള്ള ഏതെങ്കിലും പുരയിടത്തുനിന്നോ വേണം നമ്മൾ കുറച്ച് മണ്ണ് ഇതിനു വേണ്ടി ശേഖരിച്ചുകൊണ്ട് വരാൻ. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. മണ്ണിട്ടതിന് ശേഷം ഈ തുളസി, അപ്പം ഇതിപ്പം ഒരു ശിഖരങ്ങളൊക്കെ ആയ തുളസിയാണ്. ഈ തുളസി നമ്മൾ ഇറക്കി വെച്ചിരിക്കുന്നു. ഇത് കഴുകി വൃത്തിയാക്കിയാണ്. ഇറക്കി വെച്ചതിന് ശേഷം കുറച്ച് മണ്ണ് കൂടി നമ്മൾ ഈ വേരിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. കുറച്ച് മണ്ണ് കൂടി നമ്മൾ വേരിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ, ഈ തുളസിക്ക് ഒരിക്കലും നമ്മൾ എല്ലുപൊടിയോ മറ്റ് രാസവളങ്ങളോ ഒന്നും തന്നെ നമ്മൾ ഇടരുത്. നമുക്കിടാൻ പറ്റുന്ന വളമെന്ന് പറഞ്ഞാൽ ചാണകം, ശുദ്ധമായ ചാണകം, അതായത് പശുവിൻ്റെ ചാണകം എടുത്ത് അത് ഏതെങ്കിലും പാത്രത്തിൽ നമ്മൾ കലക്കി വെക്കുക, നല്ല രീതിയിൽ കലക്കി വെക്കുക. അതിനുശേഷം അതിൻ്റെ തെളി ഊറ്റിയാണ് ഈ തുളസിയുടെ ചുവട്ടിൽ നമ്മൾ വളമായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് പറ്റുന്നത് വെച്ചാൽ, ഇത് കപ്പലണ്ടി പിണ്ണാക്ക് അല്ലെങ്കിൽ കടലപ്പിണ്ണാക്ക് എന്നൊക്കെ പറഞ്ഞ പിണ്ണാക്കാണ്. പശുവിൻ ചാണകത്തിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സംഗതിയാണ്. അപ്പോൾ ഈ കടലപ്പിണ്ണാക്ക് നമുക്ക് ചെറു കഷ്ണങ്ങളാക്കി ഇതിൻ്റെ ചുവട്ടിൽ ഏതാനും അല്പം മതി ഒന്നിട്ട് കൊടുക്കണം. കാരണം ഇതിൻ്റെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനാണ്. നമ്മൾ ഇങ്ങനെ നടുന്ന ഈ തുളസി ചെടി ഒരിക്കലും ഉണങ്ങിപ്പാനോ അതുപോലെ ഒന്നും ഇടയാവരുത്. അത് വളർന്ന് തന്നെ വരണം. അതിനാണ് നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നത്. രാസവളങ്ങളോ അതുപോലെ തന്നെ മറ്റുള്ള മീൻ വളങ്ങളോ ഒന്നും തന്നെ ഇതിന് ഇട്ട് കൊടുക്കരുത്. കൊടുത്താൽ എന്തുവെന്ന് വെച്ചാൽ കൊടുത്തലൊന്നുമില്ല, പക്ഷേ അത് ഇട്ട് കൊടുക്കരുതെന്നാണ് എൻ്റെ വലിയ അഭിപ്രായം. അതിന് വേണ്ടി നമ്മൾ വീണ്ടും ഒരല്പം മണ്ണ് ഇട്ട് കൊടുക്കുകയാണ്. അല്പം മണ്ണ് ഇട്ട് കൊടുത്തു. അല്പം മണ്ണ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് കരിയില അധികം വന്നിട്ടുണ്ട്. ഈ കരിയില നനഞ്ഞ കരിയിലയാണ്. അതുകൂടി നമ്മൾ ഈ ചട്ടിക്കകത്തിട്ട് കൊടുക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞു ഈർപ്പം അത്യാവശ്യമാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ കരിയില ഇട്ട് കൊടുക്കുന്നത്. കരിയില നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിന് വെള്ളം ഒഴിക്കേണ്ടത് ഒരു പ്രത്യേക രീതിയിലാണ്. സാധാരണ നമ്മൾ ചെടികളൊക്കെ വെള്ളം ഒഴിക്കുന്നത് വെള്ളം അതിന് ചുവട്ടിലാക്കി അങ്ങ് ഒഴിക്കുകയാണ്. പക്ഷേ ഈ തുളസി എന്ന് പറഞ്ഞാൽ പ്രകൃതി കനിഞ്ഞൊരുകിയ ഒരു വരദാനമാണ് നമുക്ക് ഈ തുളസി. കാരണം ഔഷധ ഗുണങ്ങൾ മാത്രമല്ല, വായുവിനെ ശുദ്ധീകരിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുളസിയുടെ സാമീപ്യം തന്നെ നമുക്ക് നവോന്മേഷം പ്രദാനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തുളസിക്ക് വെള്ളമെടുക്കാൻ ഇതേപോലെയുള്ള ഒരു ലോഹപാത്രം നമ്മൾ എടുക്കണം. ഏത് പാത്രം ഇതുപോലെയുള്ളതെന്ന് പറഞ്ഞാൽ ലോഹപാത്രം എടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഇത് സ്റ്റീലോണ്ടുള്ള ഒരു കിണ്ടിയാണ്. ഈ കിണ്ടിയിൽ ഉള്ള വെള്ളം നമ്മൾ എന്ത് ചെയ്യണം, വലത്തെ കൈക്കുമ്പിൾ ഒഴിച്ചിട്ട് ഇങ്ങനെ തളിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ തളിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തുളസിയെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, തുളസിയെ നമ്മൾ സ്നേഹിക്കുന്നു എന്നുള്ളതിലുപരിയായിട്ട് കുറച്ച് നേരം ഈ തുളസിയുടെ സാമീപ്യം നമുക്ക് കിട്ടുമ്പോൾ നമ്മളിലുള്ള രോഗകീടബാധകൾ, നമ്മളുടെ വന്നുപെട്ടുള്ള രോഗാണുക്കളുടെ അതിനെ ഗണ്യമായി കുറയ്ക്കാനും ഒരുപക്ഷെ രോഗാണുക്കളുടെ നിർവീര്യമാക്കാനും ഈ തുളസിയിൽ നിന്നും വരുന്ന ആ ഔഷധ ഗുണങ്ങൾക്ക് കഴിയും എന്നുള്ളതൊരു സത്യമാണ്. പിന്നെ നമ്മുടെ അച്ഛന്മാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് തുളസിക്ക് വലം വെക്കുന്നതും നല്ലതാണെന്ന്. അതിൻ്റെ ഞാൻ എൻ്റെ നിരീക്ഷണത്തിൽ കിട്ടിയിരിക്കുന്നത്, തുളസിക്ക് വലം വെക്കുന്നുണ്ടെങ്കിൽ ഏതാനും നിമിഷങ്ങൾ അല്ലെങ്കിൽ ഏതാനും മിനിറ്റുകൾ നമുക്ക് തുളസിയോടൊപ്പം ചിലവഴിക്കാൻ അവസരം കിട്ടുന്നുണ്ടെങ്കിൽ
നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളെ, പ്രത്യേകിച്ചും രോഗാണുക്കളെ നിർവീര്യമാക്കാൻ ഈ തുളസിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പം ഇങ്ങനെ നമ്മൾ തുളസി വെക്കുക. തുളസി വെച്ചതിന് ശേഷം ഈ തുളസി നമ്മുടെ പൂന്തോട്ടത്തിൽ, അതായത് നമ്മുടെ മുറ്റത്ത്, നമ്മുടെ കിഴക്ക് വാതിലിന് അഭിമുഖമായിട്ട് വേണം ഈ തുളസി വെക്കാൻ. അതായത് ഈ ചട്ടിയിലായാലും ഓക്കെ. അതുപോലെ തന്നെ തുളസി തറ നിർമ്മിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ തുളസി തറ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന വാതിൽ നിന്നും ഇത്ര അടി അല്ലെങ്കിൽ ഇത്ര അങ്കുലത്തിനോ അകലമൊക്കെ ഉണ്ട്. പക്ഷേ ഇത് അങ്ങനെ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളിത് അതുപോലെ തന്നെ ഇത് വെക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഉയരത്തിൽ നിന്നും ഒരു അല്പം ഉയരം കൂടെ വേണം. വീടിൻ്റെ ഉയരത്തിൽ നിന്നും അല്പം ഉയരം കൂടെ കണക്കാക്കി വേണം ഈ ചട്ടി സ്ഥാപിക്കാൻ. വീടിൻ്റെ ഫൗണ്ടേഷൻ, ആ ഫൗണ്ടേഷനെക്കാട്ടിൽ അല്പം ഉയർന്നിരിക്കണം. അപ്പോൾ എൻ്റെ നിരീക്ഷണത്തിൽ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഈ കിഴക്കെന്നുള്ള കാറ്റ്, അപ്പോൾ കിഴക്കാണ് നമ്മളിത് വെക്കുന്നത്. കിഴക്കെന്നുള്ള കാറ്റ്, ആ ഇളം കാറ്റ് ഇങ്ങോട്ട് വന്ന് ഈ തുളസിയിൽ തട്ടി ആ തുളസിയുടെ ഔഷധവീര്യം കൂടി വഹിച്ചുകൊണ്ട് നമ്മുടെ വീടിനുള്ളിലേക്ക് കയറണമെങ്കിൽ വീടിൻ്റെ സമനിരപ്പിലോ അല്പം ഉയരത്തിലോ നിന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അതാണ് അതിൻ്റെ ശാസ്ത്രീയ വശം എന്ന് വെച്ചാൽ. അപ്പം പിന്നെ മറ്റൊന്ന്, ഈ തുളസിയുടെ അടുത്ത് തന്നെ ഒരു ഗ്രോ ബാഗിലോ ഒരു ചട്ടിയിലോ ഏതാനും മഞ്ഞൾ കൂടെ നട്ടുപിടിപ്പിച്ചാൽ, മഞ്ഞളും കൂടെ നടുകയാണെങ്കിൽ മഞ്ഞളും തുളസിയും കൂടെ ചേർന്നുണ്ടെങ്കിൽ ഒരു വലിയ ഔഷധമാണ്. ഉദാഹരണത്തിന് ത്വക്ക് രോഗങ്ങൾക്ക്, ചെറു പ്രാണികൾ കഴിച്ചാലുണ്ടാകുന്ന വിഷത്തിന് ഒക്കെ ഉത്തമമായ ഒരു പ്രതിവിധിയാണ് ഈ തുളസിയും മഞ്ഞളും. അപ്പം ഇത് രണ്ടും കൂടെ അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ രണ്ടിൻ്റെയും കൂടെ ഔഷധ വീര്യങ്ങൾ ഈ കാറ്റടിച്ച് നമ്മുടെ ഭവനങ്ങളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഭവനത്തിൻ്റെ അന്തരീക്ഷം, ആ ഭവനത്തുള്ളിലെ ആ എനർജി, പോസിറ്റീവ് എനർജി കൂടാനും അവരുടെ താമസക്കാരായ നമുക്ക് മനസ്സംതൃപ്തിയും ആരോഗ്യവും രോഗപ്രതിരോധ ശേഷിയും ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന കാര്യം വളരെ വാസ്തവം തന്നെയാണ്. അത് തള്ളിക്കളയാവുന്ന ഒന്നല്ല. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ തുളസിയുടെ സമീപത്ത് ഈ കള്ളിമുള്ളി ചെടികൾ, അതുപോലെ തന്നെ മുള്ളുള്ള ഒരു സസ്യങ്ങളും നമ്മൾ വളർത്തരുത്. കാരണം അത് മുള്ളുള്ള സസ്യങ്ങളിൽ നിന്നും വരുന്ന നെഗറ്റീവ് ഊർജ്ജമാണ്. അപ്പം മുള്ളുള്ള സസ്യങ്ങളിൽ നിന്നും വരുന്ന നെഗറ്റീവ് ഊർജ്ജം ഈ തുളസിയുടെ പോസിറ്റീവ് ഊർജ്ജത്തെ നിർവീര്യമാക്കും. നമുക്കറിയാം, വിഷം കുറച്ച് മതി, പക്ഷേ നല്ല സാധനങ്ങൾ കൂടുതൽ വേണം. ഇച്ചിരി സ്വല്പം വിഷം ഉണ്ടെങ്കിൽ വലിയ നല്ല സാധനങ്ങളെ ഒരുപാട് നശിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ തുളസിക്ക് സമയം കള്ളിമുൾച്ചെടി ഉൾപ്പെടെയുള്ള മുള്ളുള്ള ഒരു ചെടികൾ നമ്മൾ വെച്ച് പിടിപ്പിക്കാതെ അങ്ങനെ വന്നാൽ അതിൻ്റെ ഊർജ്ജം, അത് പുറത്തേക്ക് വിടുന്ന ആ വാതകങ്ങൾ തുളസി പുറത്തേക്ക് വിടുന്ന ആ വാതകത്തെ ഇല്ലാതാക്കുകയും നമുക്ക് ഈ ചെടിയെ പരിചരിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതാക്കുകയും ചെയ്യും. അപ്പോൾ മറ്റൊരു സംഗതി, ഈ തുളസി ഞാൻ ഈ പറഞ്ഞ തരത്തിൽ നിങ്ങൾ തയ്യാറാക്കി ഞാൻ പറഞ്ഞ തരത്തിൽ വെച്ച് കഴിയുമ്പോൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ തുളസി സംരക്ഷിക്കുന്നുണ്ട്, അങ്ങനെ ലക്ഷ്മിയുടെ അനുഗ്രഹം, ലക്ഷ്മി ദേവിയുടെ കടാക്ഷം എനിക്കുണ്ട് എന്ന് മനസ്സിൽ ഒന്ന് ഉറപ്പിക്കുക. അങ്ങനെ എനിക്ക് എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാകുന്നു, എനിക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. ഉറച്ച് ചിന്തിക്കുക, അചഞ്ചലമായി ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുന്നേ ഒരു പക്ഷേ നമ്മൾ പല വിധത്തിലുള്ള ദുഃഖങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും സാമ്പത്തിക വൈഷമ്യങ്ങളും ഒക്കെ അനുഭവിക്കുകയാണെങ്കിൽ അവ മാറിക്കിട്ടുന്നുള്ള ഒട്ടനവധി വഴികൾ തുറന്നു വരികയും ആ വഴികളിലൂടെ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകാനും കഴിയുന്നു എന്നുള്ളതും സത്യം തന്നെയാണ്. കാരണം നമ്മുടെ മനസ്സിൽ എന്താണോ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്, ഉറച്ചാഗ്രഹിക്കുന്നത്, ആ ആഗ്രഹം നടത്തിത്തരാൻ നമ്മുടെ ഉപബോധ മനസ്സ് തയ്യാറാവും. നമ്മൾ ഒരു കാര്യം നടക്കും എന്ന്, അല്ലെങ്കിൽ വേണം എന്ന്, അല്ലെങ്കിൽ സംഭവിക്കുന്നു എന്ന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിച്ച് കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്നും 10,000-കണക്കിന് തരംഗങ്ങൾ വിവിധ സ്ഥലങ്ങളിലേക്ക് പോവുകയും നമുക്ക് ആ കാര്യം നേടിയെടുക്കുന്നതിന് യോജിച്ച വ്യക്തികളെയോ സംഘടനകളെയോ സ്ഥാപനങ്ങളെയോ തിരക്ക് പിടിച്ച് കണ്ടുപിടിച്ച് നമ്മുടെ മുമ്പിൽ കൊണ്ടുതരികയും ചെയ്യും എന്നത് ഒരു മനഃശാസ്ത്ര സത്യം തന്നെയാണ്. പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അത് മറ്റുള്ളവരെത്തിക്കാനും കൃഷിയും ഔഷധസസ്യങ്ങളെ പറ്റിയൊക്കെ അറിയാനും ഒക്കെ ആഗ്രഹമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾക്ക് ഇതുവരെ എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും ഞങ്ങൾ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.